ദിവസം മാത്രമേ കറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പോരുന്ന വഴിക്ക് ഞങ്ങൾ പത്മനാഭപുരം പാലസും തൃപ്പരപ്പ് വാട്ടർഫാൾസിലും ഒന്ന് ഇറങ്ങിയിട്ടാണ് കന്യാകുമാരി എത്തിയത്. അതുകൊണ്ട് തന്നെ സമയം ഒരു 3 മണി കഴിഞ്ഞിരുന്നു. വിവേകാനന്ദ മെമ്മോറിയലും തിരുവള്ളുവർ സ്റ്റാച്യൂലും കണക്ട് ചെയ്യുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജും കാണാനായി പോയ ഞങ്ങൾ മൂഞ്ചി. ഏകദേശം 100-200 ആൾക്കാരുള്ള ക്യൂവും ഉണ്ട്. അത് 4 മണിയാകുമ്പോൾ ക്ലോസും ചെയ്യും എന്നറിഞ്ഞപ്പോൾ അവിടെയെല്ലാം ഷോപ്പ് ചെയ്ത് ഞങ്ങൾ സൺസെറ്റ് കണ്ടിട്ട് മടങ്ങാനാണ് തീരുമാനിച്ചത്. കന്യാകുമാരിയിൽ നമുക്ക് ബീച്ചിൽ നിന്നും തന്നെ സൺറൈസും സൺസെറ്റും കാണാൻ പറ്റുമെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്നൊരു കാര്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. കാണാനായി എന്തായാലും പ്ലാൻ ഇടുന്നവർ രാവിലെ 8 മണിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. ഏകദേശം 77 മീറ്റർ നീളമുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജിലുള്ള സ്ഥലം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇങ്ങോട്ടുള്ള ടിക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിവില്ല. എന്തായാലും അറിയാവുന്നവർ പ്ലീസ് കമന്റ് ബിലോ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കയറിയ ഹോട്ടലിലെ പുറകുവശത്തെ വ്യൂസ് ആണ്. അത് കൂടാണ്ട് അത് കഴിഞ്ഞിട്ട് പോയ തൃപ്പരപ്പ് വാട്ടർഫാൾസിലെ കുറച്ച് വ്യൂസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ വീഡിയോയുടെ കൂടെ ഒന്ന് കയറ്റാന്ന് വിചാരിച്ചു. അത് കൂടാണ്ട് ഞങ്ങൾ കയറിയ ഒരു സ്ഥലമാണ് പത്മനാഭപുരം പാലസ് എന്ന് പറയുന്നത്. കുതിരമാളിക പാലസ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിഷ്വൽസ് കൂടാണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് ചുറ്റിപ്പറ്റി കഥകളൊക്കെ ഉണ്ട് എന്ന് അറിവുള്ളത് കൊണ്ട് തന്നെ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. കൂടാണ്ട് നമ്മുടെ മലയാളം സിനിമ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. സോ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. കന്യാകുമാരി പോകുന്ന വഴിക്ക് എല്ലാവർക്കും അത് കയറാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഞങ്ങളുടെ ട്രിവാൻഡ്രം കന്യാകുമാരി യാത്ര ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. യാത്ര ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. കന്യാകുമാരിയിൽ എങ്ങനെയാണ് സമയം ചെലവഴിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സൺസെറ്റ് വരാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം കാത്തു നിന്നു. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ഷോപ്പിംഗ് കൂടി കഴിഞ്ഞപ്പോഴേക്കും സൺസെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഒരു വീക്കെൻഡ് ആയ ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത യാത്രാവിശേഷങ്ങളുമായി വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.